കുറച്ച് പച്ചമുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഭയങ്കര പുളിപ്പായിരുന്നു. പുളി ഞാൻ പൊതുവേ കഴിക്കാറില്ല, ഏട്ടൻ തീരെ കഴിക്കാറില്ല. പച്ചമുന്തിരി ആയതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ഇത്ര കണ്ടിട്ടില്ല പച്ചമുന്തിരി ജ്യൂസ്. സോ ഞാൻ മറ്റേ മസാലകളൊക്കെ ഇട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മുന്തിരിക്ക് മധുരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പഞ്ചസാര ഇടില്ലായിരുന്നു. പക്ഷേ ഈ മുന്തിരിക്ക് നല്ല പുളി ആയതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടു. മധുരവും സ്പൈസും വരുന്ന കോംബോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ മുളക് പൊടി ഉപ്പിട്ട് കഴിക്കണതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പൈനാപ്പിളിൽ കഴിക്കാനായിട്ടാ. അങ്ങനെ ഇതിനകത്ത് ഞാൻ പഞ്ചസാരയും മുളക് പൊടിയും ഉപ്പുമാണ് ഇട്ടത്. എന്നിട്ട് അത് നന്നായിട്ട് കൈയിട്ട് കുഴച്ചെടുത്തു. ഇപ്പൊ തന്നെ എനിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്ത് ഫ്രീസ് ചെയ്യുന്നത് കുറെ ഞാൻ കണ്ടു വീഡിയോസിലൊക്കെ ആൾക്കാർ. എന്നാലും ഞാൻ കുറച്ച് പെറുക്കി അകത്താക്കിയിട്ടാ. ഇങ്ങനത്തെ ഐറ്റംസ് എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈക്ക് പണിയാവും എന്നോർത്തപ്പോൾ ഞാൻ കൈയോടെ പിടിച്ച് കഴുകിയേട്ടാ, അല്ലെങ്കിൽ പുകഞ്ഞതിരുന്നേനെ. ആ പോയതിന്റെ വന്നതിന്റെ റൂട്ട് മാപ്പാണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സാധനം അടച്ച് പൂട്ടി ഞാൻ ഫ്രീസറിൽ കൊണ്ടുപോയി കയറ്റി അവിടെ വെച്ചിട്ടാ. ഇനി അതവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. പിറ്റേന്ന് രാവിലെയാണ് ആക്ച്വലി ഞാനത് എടുത്തത്. സംഭവം അടിപൊളിയാണ്. വയറിനൊക്കെ കുറച്ച് എരിച്ചിലും കാര്യങ്ങളും ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഇത് തിന്നാൻ ഭയങ്കര രസമാണ്. അഡിക്റ്റീവ് പോലെ നമ്മളിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സെൻസിറ്റീവാണ് എൻ്റെ പല്ലുകൾ. തണുപ്പ് തീരെ പറ്റില്ല. ഫ്രീസും കൂടെ ചെയ്തപ്പോൾ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതവിടെ വെച്ചിട്ട് ആ ഒരു തണുപ്പ് കുറച്ച് വിട്ട് പോയതിന് ശേഷം ഞാനത് അടിച്ച് മാറ്റി കയറ്റി. സംഭവം ഞാൻ പെട്ടെന്ന് കാലിയാക്കി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.